വെൽക്കം ജോയുട്ടി. ഞാൻ മാത്സ് സ്പേസിൽ നിന്നാണ്. മാത്സ് സ്പേസിൻ്റെ അകത്ത് നമ്മളൊരു പ്രത്യേക സെക്ഷനുണ്ട്, മാത്സ് ടോക്ക് എന്ന് പറയും. മാത്സ് ടോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗണിത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരിടമാണ്. പക്ഷേ ഗണിതം അത് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഏതൊരു ദിവസം ആരംഭിക്കുമ്പോഴും നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ടതിനെക്കുറിച്ചൊരു ധാരണ, ഒരു കണക്കൂട്ടൽ ബ്രെയിനിലുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസം ചെയ്തു വരുന്നത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഗണിതത്തിൽ ബിരുദം ഉണ്ടാകണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് അല്ലെ പ്ലസ് ടുവിനൊക്കെ ഗണിതം പഠിച്ചെന്നോ, 10ാം ക്ലാസ് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് എല്ലാ അർത്ഥത്തിലും ഉണ്ട്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കൊരു പരീക്ഷ എടുക്കുന്നുണ്ട്. നേരെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ നമ്മൾ എടുക്കുന്നതിന് പരീക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ നമുക്ക് വ്യക്തമായിട്ട് ധരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ സ്കൂളിലെ പരീക്ഷയ്ക്ക് നമുക്ക് പറ്റാതെ വരും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ ഗണിതം നമുക്ക് എന്തൊക്കെ സഹായത്തിലുണ്ടായിട്ടെന്നൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? രണ്ട് അനുഭവങ്ങളാണ്. ഒന്ന്, ഒരു തിയററ്റിക്കൽ വശമുണ്ട് ഇതിൻ്റെ. അത് പ്രായോഗിക ജീവിതത്തിൽ ഗണിതത്തിൻ്റെ സ്വാധീനവും തിയററ്റിക്കലായിട്ടുള്ളത് രണ്ടും. അത് മനസ്സിലാകാത്തവർക്കും പ്രായോഗിക ജീവിതത്തിലെ സ്പെട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കുട്ടിയോട് 1, 2, 3, 4 എന്ന് കാണാതെ പഠിപ്പിക്കുന്നു. കുട്ടി 10 ആവർത്തി പറഞ്ഞ് 1, 2, 3, 4 എന്ന് പറയുമ്പം പഠിക്കുന്നു. മറിച്ച് ഒരു നാരങ്ങ, 2 ആപ്പിള്, 3 കുട്ടിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അത് പ്രായോഗികമാണ്. ഇത് പ്രകൃതിയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പം ഗുരുത്വാകർഷണം ഐസക് ന്യൂട്ടൺ കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള ഒരു സംഭവം പ്രായോഗികതയിൽ നിന്ന് കിട്ടുന്ന ഒരു ജ്ഞാനം മനസ്സിൽ ഉറയ്ക്കും പെട്ടെന്ന്. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, കേട്ട് പഠിക്കുന്നതും കണ്ടുപഠിക്കുന്നതും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസമുണ്ട്. ആ നിലയിൽ ശരിക്കും അതിന് വലിയൊരു തലമുണ്ട്. അപ്പോൾ ആ ഉള്ളിൽ ഏത് ആപ്റ്റിറ്റ്യൂഡും എല്ലാവരിലും ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രെയിൻ്റെ ഓരോ ഭാഗത്ത് എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് പടം വരയ്ക്കാനുള്ള കഴിവ് ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. പാട്ട് പാടാനുള്ള കഴിവ് എല്ലാവരിലും ഉണ്ട്. ചിലർക്ക് ഗണിതം അറിയാനുള്ള കഴിവ് എല്ലാവരിലും ഉണ്ട്. ചിലരിൽ അതിന് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിലയിടത്ത് ചെന്ന് ഈ നിധി കണ്ടെത്താൻ വേണ്ടി ചിലയിടത്ത് തട്ടി ചെന്ന ഒരു ശബ്ദം കേൾക്കുന്നിടത്ത് നിധി ഉണ്ടെന്ന് പറയുന്നത് പോലെ കറക്റ്റ് ആ ഒരു മെമ്മറിയുടെ അല്ലെ ഓർമ്മ ചിപ്പിന്റെ അവിടെ പോയി ഇത് തട്ടിക്കൊടുക്കുക. അത് ഗുരുത്തുള്ള ഒരാൾ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് വരും. ഉറപ്പായിട്ടും ഒരു പക്ഷേ ഗണിതം ഒരു കാലത്ത് ബോറായിരുന്നയാൾ ഭയങ്കരമായ ഗണിതാനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം, ഞങ്ങളുടെ ക്ലാസ്സിൽ ഹിസ്റ്ററിക്കും സോഷ്യൽ സയൻസ് ബയോളജിയൊക്കെ നല്ല മാർക്ക് കിട്ടിയിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് 9ാം ക്ലാസ് വരെ അവൻ വെരി പുവർ. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട് പുള്ളി. പക്ഷേ 9ാം ക്ലാസ് അവസാനമായപ്പം വന്നൊരു അച്ഛൻ ഈ മാത്തമാറ്റിക്സിന്റെ ചില ടെക്നിക്സുകൾ ഇങ്ങനെ ബോർഡിൽ എഴുതിയിടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കണക്ക് വായിച്ചു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുതി പഠിക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ എഴുതി പഠിച്ച് ഞാൻ ഒരിക്കലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞുകൂടി കുറെ പേപ്പർ കിടപ്പുണ്ട്, വേസ്റ്റ് പേപ്പറുകൾ, ന്യൂസ് പ്രിന്റുകൾ. അവൻ 10ാം ക്ലാസ്സിൽ ഏതാണ്ട് 80% മേടിച്ചെന്ന് മാത്രമല്ല, പ്രീ ഡിഗ്രിക്ക് അതിന്റെ മുഴുവൻ മാർക്ക് എടുത്ത് മേടിച്ചു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഓപ്ഷനിൽ അന്ന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. ഇന്ന് അവൻ അമേരിക്കയിലാണ്. ആ ഒരു തൊടിയിലാണ്, അവരൊക്കെ തൊടിയിലാണ്. എന്നിട്ട് പുള്ളി പറയും, കണക്ക് ബുദ്ധിമുട്ടുള്ളവർ നേരത്തെ വരണം, പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്നൊരു വാക്കൂടെ പറയും. അതാണ്, അങ്ങനെയുള്ളവർ വരും. ആഗ്രഹമുള്ളവൻ ആഗ്രഹമുണ്ട് എനിക്ക് പഠിക്കാൻ, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ആഗ്രഹത്തിൽ നിന്നാണ് പലതും ഉരുത്തിരിയുന്നത്. ഈ ആഗ്രഹം ഉണ്ടാക്കൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ വിഷ്വൽസ് ആയ നേട്ടങ്ങളെ കുറിച്ച് കിട്ടുമ്പോൾ അത് കിട്ടും. ഒരു മോട്ടിവേഷൻ എപ്പോഴും നല്ലതാണ്. ഇപ്പൊ നമ്മളെ കൃഷ്ണ തേജ എന്ന് പറയുന്ന ഒരു IAS ഓഫീസർ പറയാറുണ്ടല്ലോ, പുള്ളി 3 തവണ റിപ്പീറ്റ് ചെയ്ത് പരാജയപ്പെട്ട IAS പുള്ളി എഴുതിയെടുക്കുന്ന എങ്ങനെയാണ്. അവസാനം പുള്ളിയെ വിമർശിച്ച ഒരാളിൽ നിന്നാണ് പുള്ളിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. നീ ഒരിക്കലും എഴുതിയെടുക്കുകയല്ല, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ അതിൽ നിന്നാണ് അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്കൊരു തോന്നലുണ്ടാകും. പുള്ളി അതിന്റെ സഹായമുള്ള ഒരു നെഗറ്റീവ്, എന്റെ കുറവുകളെ ഒരാൾ ചൂണ്ടിക്കാണിച്ചപ്പം അതെനിക്കൊരു ചലഞ്ചായി വിടുന്നു. അതൊരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തി എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അതിക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ആളാണ്. ഹാർഡ് വർക്കിംഗ്. ഗണിതത്തിന് ഈ 2 രീതിയിൽ നമുക്ക് ആൾക്കാരിൽ മാറ്റം വരുത്താൻ പറ്റും. ഒന്നുകിൽ എനിക്ക് ആവശ്യമുണ്ട് എന്നിട്ട് അല്ലെ റിവെഞ്ച് പോലെ നമുക്ക് കയറി പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഇൻഹെറന്റ് ആയിട്ട് തന്നെ ഡെവലപ്പിംഗ്. ഇതിന് 2 ഘടകങ്ങളാണ്. ഒന്ന്, എനിക്ക് വന്ന് ബേസിക്കലി ഒരു 60% ബുദ്ധി എന്ന് പറയുന്ന ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. പാരമ്പര്യം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ആപ്റ്റിറ്റ്യൂഡ് 60%. പിന്നെ ഒരു 30% എന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്, ചെയ്യുന്നൊരു ഒരു പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ്. അത് നേച്ചറിൽ കിടക്കുന്നതാണ്. അലസതയുള്ളവരുണ്ട്, ശ്രമിച്ചു പറ്റിയില്ല, ഉണ്ടാക്കണം തുടങ്ങിയേക്കാം, അല്ല ഞാനൊന്ന് ഓടി എടുത്ത് പറ്റെടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ആ ഒരു 2 കാറ്റഗറി കുട്ടികളുണ്ട്. പിന്നെ അത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു കാലഘട്ടത്തിലെ പുസ്തകം, അതിന്റെ ടോപ്പിക്ക് തന്നെ ഭയങ്കര രസമായിരുന്നു. പഠനം പാൽപ്പായസം. അപ്പൊ പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേർക്ക് പഠനം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ പഠനം പാൽപ്പായസം എന്നുള്ള ഒറ്റ ടോപ്പിക്ക് തന്നെ പിള്ളേർ ഇത് മറിച്ച് നോക്കാൻ തുടങ്ങി. ഒരുപക്ഷെ പിള്ളേരെക്കാൾ കൂടുതൽ ടീച്ചർമാർ അത് മറിച്ചെന്ന് എനിക്കറിയാം. ആ പുസ്തകം കിട്ടുമെന്ന് പല ടീച്ചർമാരും അന്നത്തെ കാലത്ത് എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ ചോദ്യം വരുമ്പോൾ തന്നെ മൈൻഡ്, പൂക്കൾ വിരിയുന്നത് എന്തുകൊണ്ട്, പക്ഷി പറക്കുന്നത് എന്തുകൊണ്ട്, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രെയിനിലോട്ടൊരു ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട്. അബ്ദുൽ കലാമിന്റെ ഒക്കെ ഇതിൽ പറയുന്നില്ലേ, ആകാശത്ത് പക്ഷി പറക്കുന്ന കാണുമ്പോൾ അപ്പനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് പക്ഷി പറക്കുന്നത്? അപ്പൻ പറയുന്നു, ചിറകുണ്ട്.
അല്ല എന്നാലും അതെങ്ങനെ പറക്കുന്നേ. പറക്കുന്നേ. അപ്പൊ പറഞ്ഞു നീ സ്വപ്നം കാണുക. അതെ. അതവൻ്റെ ഒരു സ്വപ്നമായി മാറി. പിന്നെ പത്രം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് അതെ. ഇടാൻ നേരത്തെ ഇങ്ങനെ ആരോ ആയിട്ട് വിടുന്നു. അപ്പൊ ആ അതൊക്കെ പക്ഷിയുടെ ചിറകുമായിട്ട് വരുന്നു. അതേപോലെ അല്ലേ ഇൻസ്പയറിങ്. അപ്പൊ അതിനകത്ത് ആ ഒരു അപ്പൻ പറഞ്ഞ ആ സ്വപ്നം കാണുക എന്നുള്ള വാക്കാണ്. അപ്പന് കണക്കറിയത്തില്ല, അയാള് അധ്യാപകനും അല്ല, വലിയ കഴിവുള്ള അറിവുള്ള ആളാണ്. പക്ഷെ സ്വപ്നം കാണാം, സ്വപ്നം കണ്ടാൽ എത്തും. ആ ഒരു നിലയിൽ കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ. എനിക്ക് വന്നത് ഇപ്പം പറഞ്ഞതിൻ്റെ വലിയ കാര്യമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഗണിതം പഠിക്കണമെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹം വേണം. പിന്നെ അടിച്ചു പഠിപ്പിച്ചാൽ പഠിക്കില്ല. അത് ഉറപ്പാ. അത് അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മെത്തഡോളജി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് മാറ്റണം. ചിലർക്ക് കേട്ടാൽ പഠിക്കാം, ചിലർക്ക് എഴുതിയാൽ പഠിക്കാം, ചിലർക്ക് കണ്ടേ പഠിക്കാൻ പറ്റൂ. അപ്പൊ പ്രകൃതിയോട് താല്പര്യമുള്ള പ്രകൃതിയിൽ നിന്നുള്ള ഗണിതം പഠിപ്പിക്കണം. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. റോക്കറ്റ് വണ്ടിയൊക്കെ താല്പര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു അതങ്ങനെ അവരിലേക്ക് ഇത് കയറി വരും. നമുക്കറിയാമല്ലോ, മരപ്പണി ചെയ്യുന്ന ഈ ആശാരിപ്പണിക്കന്മാർ അല്ലേ, അവരുടെ ആ ഒരു ചെറിയ തുണ്ടയിലാണ് ഒരു വീടിരിക്കുന്നത്. നല്ല ബ്രെയിനാണ്. ഇവിടെ ഇരുന്നത് വരച്ച് കൂട്ടി കൊടുത്താൽ അവിടെ ഓരോ പേരില്ല. കാണാൻ പറ്റും. എനിക്കൊന്ന് നമ്മുടെ ഈ തച്ചമാര് വള്ളം ഇറക്കുന്നത് ആ കൂടാരത്തിന്റെ അടുത്ത് വള്ളം ഉണ്ടാക്കും. ആ വള്ളത്തെ 100 പേരിരുന്നാലും മറിയുന്നില്ല. ഉണ്ടാക്കുന്ന ആളുടെ മെരിറ്റാണ് അത് ഒന്നാം സ്ഥാനത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത്. അല്ല, അതിന്റെ അത് ഈ ഇങ്ങനെ ഇരിക്കുന്ന വില്ല് പോലെ ഇരിക്കുന്നതിന്റെ അകത്തുള്ള ആ ഒരു തുഴയുന്നവരുടെ തുഴച്ചിലും ഒരേ താളവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഉണ്ടാക്കുന്നയാളുടെ അത് ബ്രെയിൻ്റെ അകത്ത്. എല്ലാവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഗണിതമുണ്ട്, കണക്കുകൂട്ടലുണ്ട്. അതിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള പാചകത്തിന്റെ അകത്ത് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കൂട്ടുണ്ടല്ലോ, ആ ചേരുവ ഉണ്ട്. അതൊരു ഒരു ഇത്ര മില്ലി, ഇത്ര MM, ഇത്ര ഗ്രാം, അതൊരു കണക്ക് തന്നെയാണ് അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ താല്പര്യത്തോടെ നമ്മൾ ഗണിതത്തെ സമീപിക്കുമ്പോഴാണ് ഇതങ്ങ് ഡെവലപ്പ് ചെയ്യാൻ. അതിനെ നമുക്കൊരു അക്കാഡമിക്കൽ വിഷയമാക്കിയിട്ട് ബുദ്ധി അളക്കാനായിട്ട് പ്രയോഗിക്കുമ്പോൾ പിള്ളേർ പഠിച്ചിരിക്കും. അപ്പൊ അതാവാം എന്നുണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ ഇതിലോട്ട് നമുക്കൊരു ഫോക്കസിങ് ഉണ്ടാവുകയും സൊസൈറ്റി തന്നെ ബോധപൂർവം കണക്ക് പഠിപ്പിക്കുന്നതിന് എളുപ്പമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലോട്ട്. അതിന്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് ഇന്ന് ചെസ് കോമ്പറ്റീഷൻ വേൾഡ് വൈഡ് ലോക ചെസ് ചാമ്പ്യന്മാർ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തിക്ക് തോന്നിയ ഒരു ചിന്തയാണ് പഠിപ്പിക്കണം. പിന്നെ അതൊരു വലിയ യൂണിവേഴ്സിറ്റി പോലെ ഈ പ്രദേശം എല്ലാ കുട്ടികളും മിനിമം കരിക്കുലത്തിന്റെ ഭാഗമായി ചെസ് പഠിക്കാൻ തുടങ്ങി. ഉണ്ടായി, ഇവിടെ അതുണ്ട് ഉറങ്ങിക്കിടക്കുന്ന. അപ്പൊ അത് ആ രീതിയിൽ തന്നെ എല്ലാവരിലും ഇതുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയുടെയും ടീച്ചിങ്ങിന്റെ ഒക്കെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ടീച്ചർ എൻജോയ് ചെയ്ത് പഠിപ്പിക്കണം. അതൊരു പ്രധാന കാര്യമാണ്, ഒരു പാഷനായിട്ട്. അപ്പോൾ സാബു സാറിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സിനോട് ഭ്രാന്തം ഉണ്ടായിരുന്ന ആളാണ്. ഈ മാഡ് എന്ന് പറയുന്ന ഒരു വാക്ക് വട്ടം എന്നാണ് മലയാളത്തിൽ പറയുക. മാഡിന് വേറെ അർത്ഥമുണ്ട്, മേക്ക് എ ഡിഫറൻസ്. അതൊരു സംഭവമാണ്, മേക്ക് എ ഡിഫറൻസ്, ദാറ്റ് ഈസ് മാഡ്. അപ്പൊ അതാണ് ഇപ്പം പ്രയോഗിക്കാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. സുരക്ഷിതമായ ഒരു സേഫ് സോണിൽ ശമ്പളമൊക്കെ വാങ്ങിയിരിക്കാവുന്ന ഒരാൾ, പ്രത്യേകിച്ച് റിട്ടയർമെന്റിന്റെ ഒരു കാലം, പക്ഷേ പൈസ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേണമെങ്കിൽ അങ്ങനെ ആകാം, ഉള്ളത് മതിയെന്ന് ചിന്തിക്കുന്നയാൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനെ പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ത്വര. ദാറ്റ് ഈസ് നോട്ട് മിയർ കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് എ സാക്രിഫൈസ്. ഞാനത് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗണിതം നമുക്ക് പ്രയോഗിക്കപ്പെടുന്നുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്കതല്ല, ഗണിതത്തെ പോപ്പുലറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവ്വം ഗണിതം അറിയാവുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവത്തിൽ അവിടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഷെയറിങ്ങിൽ കൂടെ ഈ ഗണിതത്തിന് ഒരു ഗുണമുണ്ട് എന്ന ഗണിതത്തിൻ്റെ ഗുണം അത് നമ്മൾ അവതരിപ്പിക്കാൻ ഒരിടം കേരളത്തിലില്ല എന്നുള്ളതുകൊണ്ടാണ് മാത്സ് സ്പേസ് ഉണ്ടാവുന്നത്. ഈ പ്ലാറ്റ്ഫോം ഓഫ് കോഴ്സ് ഭയങ്കര സംഭവമായി മാറും. കാരണം ഇത് ഡിജിറ്റൽ വേൾഡാണ്. വിരൽത്തുമ്പിലാണ് ഇപ്പോൾ അറിവിൻ്റെ പങ്കുവെക്കൽ. വിരൽത്തുമ്പിലാണ്, പേനയില്ലാത്ത കാലം, വിരൽത്തുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത് ഭയങ്കര ഇതായി മാറും. ഉറപ്പായിട്ട് അഭിരുചിയുള്ളവർ, കൂടുതൽ റിസർച്ച് മൈൻഡ് ഉള്ളവർ ഒത്തുചേരും ഇതിന് ചുറ്റും ഉറപ്പായിട്ടും. കൂടാതെ പ്രൈമറി തലത്തിലും സെക്കൻഡറി തലത്തിലും ഒക്കെ ആഗ്രഹിക്കുന്നവർ കടന്നു വരും. അപ്പോൾ എല്ലാവർക്കും കടന്നു പോകാനുള്ള ഒരു പ്രീ പ്രൈമറി മുതൽ റിസർച്ച് വരെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് വേണ്ടുന്ന എല്ലാ ഭാവുകങ്ങളും നേരുന്നു, മംഗളങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഗണിതശാസ്ത്രത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ച സെയിൻറ് ഡൊമിനിക്സ് കോളേജിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിന് ആരംഭം കുറിക്കുമ്പോൾ അത് അർത്ഥവത്താണ്, പൂർണ്ണതയുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക, അത് സംഭവിക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന ചെയ്യും. അത് സംഭവമാണ് അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, സ്വപ്നം കണ്ടു തുടങ്ങുന്നു, ആ സ്വപ്നം സംഭവിക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന ചെയ്യുന്നു. ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ എഴുതി വെച്ച ഒരു സത്യം സംഭവിക്കും. സ്വപ്നം കാണുകയാണ് സബു മാഷ്, സബു സാറ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത്. ആ സ്വപ്നം സംഭവിക്കാൻ വേണ്ടി പ്രകൃതി പ്രപഞ്ചം മുഴുവൻ ഒരുങ്ങുന്നു. ക്ലാസ് റൂമുകളെല്ലാം ഭവനങ്ങളിൽ ഒരുങ്ങുന്നു. ഡിജിറ്റൽ മീഡിയയിലൂടെ ഒരു ക്ലാസ് റൂം രൂപപ്പെടുന്നു. അപ്പോൾ കാലവും ലോകവും വീണ്ടും ഒന്നിക്കുന്നു. ഒരു മുറിയിലേക്കല്ല, വിപുലമായ ഒരു ക്യാൻവാസിൽ കാലവും ലോകവും ഒന്നിക്കുകയാണ്. ഈ വലിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു.